വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം. അതാണ് ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിയമനം അസാധുവാക്കിയ കോടതി കമ്മീഷന് നിയമസാധുതയില്ലെന്നും വ്യക്തമാക്കി. ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് സാധിക്കില്ല. മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ലെന്നും കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തുവെന്നും കോടതി കുറ്റപ്പെടുത്തി. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ലെന്നും വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം. സർക്കാരിന്റെ കള്ളക്കളി പുറത്തുവന്നെന്നും ഇനിയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആ വിഷയം വൈകിപ്പിച്ചു കൊണ്ടുപോയാൽ സമൂഹത്തിൽ ഒരു സംഘർഷമുണ്ടാകും എന്ന ചിലരുടെ അജണ്ടയ്ക്ക് സർക്കാർ കൂടി കൊടപിടിച്ചു കൊടുത്താണ് ഈ കാഴ്ച. അല്ലാതെ തീർക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ എളുപ്പത്തിൽ തീർക്കാം. എല്ലാ വിഭാഗം ആളുകളും ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുതെങ്കിൽ അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. അത് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റും. ഇനിയും നടപടികൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇനി എന്ത് വേണമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇനിയിപ്പോഴും എന്താ വേണ്ടതെന്ന് കോടതി പറയട്ടെ. അപ്പം പ്രശ്നം തരുന്നില്ല. അത് പറഞ്ഞ മനസ്സിലായി, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ. അപ്പീലൊന്നുമില്ല, ഞാൻ കോടതി തന്നെ പറയട്ടെ എന്ന്. കോടതി തന്നെ അപ്പീലും. എല്ലാ സംഘടനകളും, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവധാനപൂർവം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാരാണ്. അതാണ് ഈ വിഷയത്തിൽ. ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും അവിടെ കുടിയൊഴിപ്പിക്കൽ പാടില്ല. അതാണല്ലോ പ്രശ്നം. അധികാരം ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കണമെന്നാണ് സർക്കാരിനോട് മുനമ്പം സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. കടലിൽ ഇറങ്ങി സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 156 ദിവസം പിന്നിട്ടു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെതിരെ ആദ്യം പ്രതിഷേധ കൊടിയുയർത്തിയ സമരസമിതി മുഖ്യമന്ത്രിയുടെ വാക്കു വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിരാശയാണ് ഫലം. സർക്കാർ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് സമരസമിതി. ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമത്തിൽ ഗവൺമെന്റ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് നീതിയുടെ ഉന്മൂലനത്തിലാകരുത്, നീതി നടപ്പിലാക്കി തരുന്നതിലൂടെ ആയിരിക്കണം. ഇവിടെ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത്. ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നതിന്റെ പേരിൽ അടിയന്തിരമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരണം. ഭൂസംരക്ഷണ സമിതി ഇന്ന് സംയുക്ത യോഗം ചേരും. സർക്കാർ നിലപാടിനെതിരെ കടലിലിറങ്ങി സമരം ചെയ്യാനാണ് നീക്കം. ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. വഖഫ് ഭൂമിയാണെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന്
610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. സർക്കാർ തങ്ങളെ പറ്റിച്ചുവെന്നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ആരോപണം. ഇനി അവരുടെ പ്രതീക്ഷ വഖഫ് ബില്ലിൽ മാത്രമാണ്. മുനമ്പത്ത് നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN40 കേരള യാത്രയ്ക്ക് പിന്തുണയുമായി കേരളം. 24ന്റെയും സർക്കാരിന്റെയും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നിരുപാധിക പിന്തുണയെന്ന് യാത്രയുടെ ഭാഗമായിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ലഹരിക്കെതിരെ പോരാടണമെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആഹ്വാനം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MLA-മാരായ PC വിഷ്ണുനാഥ്, VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരും SKN40 കേരള യാത്രയിൽ പങ്കാളികളായി. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN നയിക്കുന്ന കേരള യാത്രയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ. യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടേണ്ട സമയമാണിതെന്നും പറഞ്ഞു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഈ ഒരു വിഷയത്തിൽ നടത്തുന്നതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഉത്കണ്ഠയും ഭീതിയും ഒരു പരിധിവരെ നല്ലതാണ്, വളരെ കെയർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഉള്ളത് നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഞാൻ ശുഭപ്രതീക്ഷ ഉള്ള ഒരാളാണ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അതിന്റെ നന്മയുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ദുഷ്ടലാക്കുണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, അതിൽ കുറ്റവാളികളെ പിടിക്കുക എന്നുള്ളതാണ്. വിമർശനങ്ങളുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങിയാൽ പിന്തുണ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 9 വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ട് ലഹരിക്കെതിരെ ഒന്നും ചെയ്യായിരുന്ന ഒരാള് ഇപ്പൊ ഞങ്ങളങ്ങ് എല്ലാം മറിച്ചുകളയെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, പ്രവർത്തിച്ച് കാണിക്കട്ടെ. MLA-മാരായ PC വിഷ്ണുനാഥും VK പ്രശാന്തും SKN നയിക്കുന്ന യാത്രയുടെ ഭാഗമായി. 24 തിരുവനന്തപുരം. ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള SKN40 സന്ദേശയാത്രയ്ക്ക് പിന്തുണയുമായി പൊതുജനങ്ങളും. തിരുവനന്തപുരം നഗരപരിധിയിലെ പര്യടനത്തിൽ വിവിധ മേഖലയിലെ പ്രമുഖരും ഐക്യദാർഢ്യവുമായി എത്തി. ലഹരിക്കും അക്രമത്തിനുമെതിരായ സന്ദേശമുയർത്തി മോർണിംഗ് ഷോയിലൂടെ SKN40 പര്യടനം ആരംഭിച്ചത് ശംഖുമുഖത്തു നിന്ന്. പര്യടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ലഹരിയുടെ വിപത്ത് എണ്ണിപ്പറഞ്ഞ് സാധാരണക്കാർ ഉദ്യമത്തിന്റെ ഭാഗമായി. ഈ രണ്ട് സൈഡും രാത്രി ഒരു 10 മണിക്ക് ശേഷമാകുമ്പോൾ 10 മണിക്ക് ശേഷം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും, അത് കൊച്ചു കൊച്ചു പിള്ളേരാണ് വന്നിരുന്ന് കഞ്ചാവ് അടിക്കുന്നു, വെള്ളം അടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത്. പിന്നാലെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി നഗരപ്രദക്ഷിണം. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ പര്യടനത്തിന്റെ ഭാഗമായി. സെവൻസ് നമുക്കറിയാലോ, അപ്പൊ അത് ലഹരിക്കെതിരായിട്ടാണ് വെച്ചത്, അമ്മയുടെ പേരിലാണ്. അപ്പൊ അങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ പിള്ളേര് അതിന് കളിച്ചും ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്താ പറയട്ടാ, ഒന്നും പറയാൻ പറ്റില്ല. പിള്ളേരൊക്കെ എന്ന് പറഞ്ഞ് കൈവിട്ട സൂത്രാണ്. ഒരു സ്പോർട്സിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ജയിലിന്റെ വാലടയ്ക്കുമെന്ന് പറഞ്ഞ ഷുവറാണ്. നടനും സംവിധായകനുമായ മധുപാൽ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കൺവീനർ ഡോക്ടർ സുൽഫി നൂഹ് തുടങ്ങിയവരും ലഹരിക്കെതിരായ സന്ദേശവുമായി പര്യടനത്തിൽ അണിചേർന്നു. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, കോളേജിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കോഡ് ഭാഷ ഉപയോഗിച്ച് മെസ്സേജ് ഇട്ടാൽ 10 മിനിറ്റിനകം കിട്ടുന്ന തരത്തിലേക്ക് മയക്കുമരുന്നുകളുടെ ഉപയോഗവും ലഭ്യതയും കൂടിയെന്നുള്ളതാണ്. അപ്പോൾ അതെന്തുമാത്രം അപകടം ചെയ്യുന്നതെന്നാണ്. ലഭ്യത ഇല്ലാതാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും, 100% കഴിയുമെന്നുള്ളതിന് സംശയമില്ല. പല സ്കൂളുകളിൽ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കാരണം നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ആ ജീവിതം സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. കാരണം അച്ഛനമ്മമാരും അധ്യാപകരും ഒക്കെ തന്നെയാണ്. ഉച്ചയ്ക്ക് 2:30 നെയ്യാറ്റിൻകര നിംസിൽ പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കും. വൈകിട്ട് കളിയിക്കവിളയിൽ നടക്കുന്ന നാട്ടുകൂട്ടം പ്രത്യേക പരിപാടിയിൽ കരമന കളിയിക്കവിള റോഡ് വികസനം അസാധ്യമോ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. രാത്രി 8:30 കാട്ടാക്കടയിൽ നിന്നുള്ള പ്രൈം ടൈം വിത്ത് SKN ഷോയോടുകൂടിയാണ് യാത്രയുടെ ആദ്യ ദിവസത്തിന് സമാപനമാവുക. 24 തിരുവനന്തപുരം. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചിരുന്നതായി പ്രതികളുടെ മൊഴി. UPI ഇടപാട് വഴി പണം കൈമാറിയാണ് കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ചത്. കേസിൽ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥിയായ ഷാലിക്കിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കായി അന്വേഷണം ഊർജിതമാക്കി. കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് മാസങ്ങളായി ലഹരി ഒഴുകുന്നുവെന്ന പോലീസ് വാദം ശരിവെക്കുന്നതാണ് മുഖ്യപ്രതി അനുരാജിന്റെ മൊഴി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാലിക്കുമാണ് ലഹരി എത്തിച്ചിരുന്നത്. ഗൂഗിൾ പേ വഴി 16,000 രൂപയാണ് കഞ്ചാവിനായി ഇടനിലക്കാർക്ക് കൈമാറിയത്. കൂടാതെ നേരിട്ടും പണം കൈമാറി. സ്ഥിരം വാങ്ങുന്ന ആളായതിനാൽ കടമായും അനുരാജിന് കഞ്ചാവ് നൽകിയിരുന്നു. 4 പേരിൽ നിന്ന് മാത്രം പണം പിരിച്ചുവെന്ന അനുരാജിന്റെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. ആരൊക്കെ എത്ര പണം നൽകി തുടങ്ങിയ അന്വേഷണങ്ങൾ പോലീസ് ഊർജിതമാക്കി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ്.
ഹോസ്റ്റലിലെ കഞ്ചാവ് ശൃംഖലയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഷാലിക്കിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ശക്തമാക്കി. കഞ്ചാവ് പിടികൂടിയതിനു പിന്നാലെ ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ്. 24 കൊച്ചി. ഇടുക്കി ഗ്രാമ്പിയിൽ ദിവസങ്ങളോളം ജനത്തെ ഭീതിയിലാക്കിയ കടുവയെ വെടിവെച്ചു കൊന്നു. മയക്കുവെടി ദൗത്യത്തിനിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയ്ക്ക് നേരെ സംഘം വെടിയുതിർക്കുകയായിരുന്നു. സ്വയരക്ഷയ്ക്കായി ദൗത്യസംഘം 3 തവണയാണ് വെടിയുതിർത്തത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ കടുവയുടെ ആരോഗ്യനില മോശമായ നിലയിലായിരുന്നു. മയക്കുവെടി തന്നെ താങ്ങുമോ എന്നുള്ള സംശയം വനവകുപ്പിനുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ദൗത്യസംഘത്തിന് നേരെ കടുവ ചാടിയടുക്കുന്ന നിലയുണ്ടായത്. പ്രാണരക്ഷാർത്ഥം എന്ന നിലയിൽ 3 തവണ മയക്കുവെടിക്ക് പുറമെ വെടിയേറ്റിട്ടുണ്ട് കടുവയ്ക്ക്. ഇതാണോ മരണകാരണം എന്ന നിലയിലാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? വനംവകുപ്പ് വിശദീകരിക്കുന്നത് എന്താണ് രാഹുൽ? റിജിത്ത്, ഈ ദൗത്യസംഘത്തിന് നേരെ അപ്രതീക്ഷിതമായാണ് ഈ കടുവ ചാടി വീഴുന്നത്. ആദ്യം 11 മണിയോടുകൂടിയാണ് മയക്കുവെടി വെക്കുന്നത്. പക്ഷേ അത് വിജയിച്ചില്ല. പിന്നീട് രണ്ടാമത് 11:10 വീണ്ടും മയക്കുവെടി വെച്ചു. അതിന് പിന്നാലെയാണ് ഈ കടുവ ഈ വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ, അതായത് ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത്, ചാടി വീഴുന്നത്. ഇതിനിടയിലാണ് പ്രാണരക്ഷാർത്ഥം ഈ വനം വകുപ്പ് ജീവനക്കാർക്ക് വെടി ഉതിർക്കേണ്ടി വന്നത്. പലതവണ വെടി ഉതിർത്തു. വെടി കൊണ്ടാണ് ഈ കടുവ ചത്തതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു മാർഗം അവിടെ ഇല്ലായിരുന്നു വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഈ വനം വകുപ്പ് ജീവനക്കാരുടെ ജീവന് തന്നെ വലിയ ഭീഷണിയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം നമുക്കും വ്യക്തമായിട്ടുള്ളതാണ്. ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നതാണ്. എന്തായാലും ഈ ഗ്രാമ്പിയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിവായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. വളർത്തുമൃഗങ്ങളെയൊക്കെ ഈ കടുവ പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാക്കി. ഈ തോട്ടം തൊഴിലാളികളായ സാധാരണക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടരുകയായിരുന്നു. ഒടുവിൽ ഈ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് തന്നെ ഈ കടുവയുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണ്. ആദ്യം കൂട് വെച്ച് പിടികൂടാനായിരുന്നു തീരുമാനം. പക്ഷേ കൂട്ടിൽ കയറില്ല. ഇതിന് കാലിനേറ്റ പരിക്ക് ഗുരുതരമാണ്. നടന്ന് കൂട്ടിൽ കയറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടി തേക്കടിയിൽ എത്തിച്ചു. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയിലാണ്. ഇവിടെ എത്തിച്ച് ചികിത്സ നൽകി അതിൻ്റെ ജീവൻ രക്ഷിക്കാം, അതിൻ്റെ പരിക്ക് മാറ്റാം എന്നുള്ളതായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ കൂട്ടിൽ കുടുങ്ങുന്ന അല്ലെങ്കിൽ കൂട്ടിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീടാണ് അതിൻ്റെ ജീവൻ കൂടി പരിഗണിച്ചുകൊണ്ട് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത്. ആദ്യ ദിവസം ദൗത്യം പരാജയമായിരുന്നു. രണ്ടാമത്തെ ദിവസം പരാജയപ്പെട്ടു. ഇന്നലെയും സമാനമായ രീതിയിൽ ആ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനോ അതെവിടെയാണെന്ന് കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലർച്ചെ 2:30 അരണക്കലിൽ വീണ്ടും ഈ കടുവ എത്തുന്നത്. ഒരു പശുവിനെയും നായയെയും കടിച്ചു കൊല്ലുകയും ചെയ്യുന്നത്. പിന്നീട് ഈ സംഭവം നടന്നതിൻ്റെ തൊട്ട് ചേർന്ന് ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെ കടുവ തേയിലക്കാട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ ദൗത്യസംഘം അവിടെ എത്തുകയും ഈ കടുവയെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും കടുവയുടെ നിലയും സ്ഥിതിയും ഒക്കെ പരിശോധിച്ചതിന് ശേഷം മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെ പിടികൂടാം എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നെങ്കിലും അത് ഫലം കണ്ടില്ല. പിന്നീട് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുക എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോവുകയായിരുന്നു. പക്ഷേ ശ്രമത്തിനിടയിൽ ദൗത്യസംഘത്തിന് നേരെ ചാടിയെടുത്ത കടുവയ്ക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നു. ഇപ്പോൾ ആ കടുവ ചത്തിരിക്കുകയാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. ആശാ വർക്കേഴ്സിന് ഓണറേറിയം അനുവദിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ച് സർക്കാരിന്റെ ഉത്തരവ് പുറത്ത്. കഴിഞ്ഞ മാസം 19-ന് സർക്കാർ എടുത്ത തീരുമാനം ഈ മാസം 12-നാണ് ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുന്നത്. സർക്കാർ തീരുമാനം പുറത്തു കൊണ്ടുവന്ന അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, വിശദാംശങ്ങൾ എന്താണ്? സർക്കാർ നീക്കത്തെ എങ്ങനെ കാണണം അലക്സ്? റിജിത്ത, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സമരം നടത്തുന്നത്. ഇന്ന് 36-ാം ദിവസമാണ്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ സമരക്കാരെത്തി. വ്യാപകമായ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുക. അത് 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കി ഉയർത്തുക. അവരുടെ വിരമിക്കൽ ആനുകൂല്യം അത് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക. ഒപ്പം ഈ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഉപാധികൾ പിൻവലിക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഫെബ്രുവരി മാസം 6-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി അവരുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഉപാധികൾ പിൻവലിക്കുന്നതിനായി ഒരു സമിതിയെ രൂപീകരിക്കുക എന്നുള്ളത്. ഫെബ്രുവരി 7-ന് ആരോഗ്യവകുപ്പിലെയും അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷനിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അത്തരത്തിലൊരു സമിതിയെ രൂപീകരിച്ച് അത് പഠിച്ച് ഉപാധികൾ പിൻവലിക്കുന്ന കാര്യം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ഈ ഓണറേറിയം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെല്ലാം, അതെല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുന്നത്. അത് നമ്മൾ അന്നേ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഉത്തരവ് ഇറങ്ങിയത് മാർച്ച് മാസം 12-ാം തീയതിയാണ്. പക്ഷേ ആ ഉത്തരവ് പുറത്തു വന്നത്
എന്നുള്ളത് ഇന്നാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ വലിയ സമരം നടക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ അടക്കം പിന്തുണ അതിൽ ലഭിക്കുന്നു. അവിടെ ആശാപ്രവർത്തകർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഉത്തരവ് വന്ന ദിവസം, അതായത് ഈ തീരുമാനം വന്ന ദിവസം നമ്മൾ ആശാപ്രവർത്തകരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ് അംഗീകരിക്കപ്പെട്ടത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കുന്നത് സമാനമായ ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പിൻവലിച്ചതായ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിൽ പോലും അത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാർ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്നാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റ് മുന്നിലെ ഈ സമരം തുടരുമെന്നാണ് ആശാപ്രവർത്തകർ അറിയിക്കുന്നത്. റിജിത്ത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി സമരം ശക്തമാക്കുകയാണ് ആശാ വർക്കേഴ്സ്. സമരത്തിന്റെ അടുത്ത ഘട്ടവും ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി വിവിധ മേഖലയിലുള്ളവർ ഇന്ന് സമരവേദിയിലെത്തിയിരുന്നു. ആദ്യം ചില പ്രതികരണങ്ങളിലേക്ക്. ഇത് കുറേ ആളുകൾ കൂടി അതിൻ്റെ അകത്ത് ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ പോലീസും ആ രീതിയിലായിരുന്നു. അല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സമരങ്ങളെ അടിച്ചമർത്തി സ്ത്രീകൾ, ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനം? ഈ സമരം പൊളിക്കാൻ ട്രെയിനിങ് വെച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഇത്രയും കാലം ഇല്ലാത്ത ട്രെയിനിങ് ഇന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ചെപ്പടി വിദ്യയും വിജയിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആശാ വർക്കർമാർ. ഡൽഹി പോയിട്ട് BJPയുടെ മന്ത്രിമാരെ എല്ലാം സൂചിപ്പിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് കേന്ദ്രവിരുദ്ധ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ച് കിട്ടിയാൽ അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പ്രേരിതമാണ്. ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നം. ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. SUCI, ജമാഅത്ത് ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ. അവരെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. അല്ലാണ്ട് ആശാ വർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത്? ഞങ്ങളെ വർക്കല്ലേ. അതിപ്പോൾ കുറേ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരില്ലല്ലോ, ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ. ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ. എല്ലാ കൊല്ലവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശീലനം തുടരുന്നത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കാം, അത് കുഴപ്പമില്ല. ആശാ വർക്കേഴ്സിനെ സ്ഥിരം തൊഴിലാളികളായി സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാനാവില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കി. നിയമസഭയിലെ ചോദ്യത്തിനാണ് ആരോഗ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടിയും ഉണ്ടായത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് ഈ സമരം ഇത്രയും ദിവസം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന നിലയിലേക്ക് അതിൻ്റെ രൂപം, അതിൻ്റെ മുഖം മാറുന്നുണ്ടായിരുന്നു. പുതിയ സമരരീതി ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇന്നത്തെ ദിനത്തിൽ ഒരുപാട് പേർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രധാന നേതാക്കളൊക്കെ സമരവേദിയിലേക്ക് സമരക്കാർക്ക് പിന്തുണയുമായി എത്തുന്നത്, സർക്കാരിന് നേരെ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. വിവരങ്ങൾ എന്താണ് സുജിത്ത്? സമരമുഖം മാറിയതോടുകൂടി കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് എത്താൻ ആശമാർ നിർബന്ധിതരായിരിക്കുന്നു. അവർ ഇപ്പോഴും രാവിലെ ഏതാണ്ടൊരു 3-3.5-4 മണിക്കൂറിലേറെയായി നടത്തുന്ന സമരം, അത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം അത് മുന്നോട്ട് പോവുകയാണ്. അത് കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിൽ നിന്നുള്ള ആശമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ആശമാർക്ക് ഇന്ന് ഉപരോധ സമരം ഇവർ നേരത്തെ തീരുമാനിച്ചിരുന്ന അതേ ദിവസം തന്നെ ഇവർക്കായി ഒരു പരിശീലന ക്ലാസ് നടത്താൻ ദേശീയ ആരോഗ്യ മിഷൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അതിൽ പങ്കെടുക്കാതെ തന്നെ ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ഭൂരിപക്ഷം ആശമാരും തലസ്ഥാനത്തെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് UDFന്റെ നിരവധി നേതാക്കന്മാരാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല അടക്കം നിരവധി നേതാക്കന്മാർ ഈ വേദിയിലേക്ക് എത്തി. KK രമയും അതുപോലെ തന്നെ TK ബാബു ദിവാകരനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും PC വിഷ്ണുനാഥും എല്ലാം തന്നെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ എരിപൊരിയുന്ന ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ നടു റോഡിൽ ഇവർ കിടന്ന സമരം ചെയ്യുകയാണ്. പായ വിരിച്ച് പായയിൽ കിടന്നുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ 12 ഇറങ്ങിയ ഒരു ഓർഡർ ഇപ്പോൾ പുറത്തു വന്നത്. അതായത് ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്, പ്രത്യേകിച്ച് ഇവരുടെ ഓണറേറിയം ലഭിക്കുന്നതിന് ഒരു 10 മാനദണ്ഡങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ആ 10 മാനദണ്ഡങ്ങളിൽ 5 എണ്ണം പാലിച്ചാൽ ഇവർക്ക് 7000 രൂപ ഓണറേറിയം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഓർഡറിൽ പറയുന്നത് ഇവർക്ക് മാനദണ്ഡങ്ങൾ ഒന്നും, ഈ 10 മാനദണ്ഡങ്ങളും
ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒപ്പം തന്നെ ഇൻസെന്റീവ് ലഭിക്കുന്നതിന് ഇവർക്ക് 5 കാര്യങ്ങളാണ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ആ 5-ൽ 2 മാത്രം പാലിച്ചാൽ മതി. ശരി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. അവിടെ നടുറോഡിൽ ഇരുന്നും കിടന്നുമൊക്കെയുള്ള പ്രതിഷേധം സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യാതൊരു തരത്തിലും പിൻവാങ്ങില്ല എന്ന നിലപാട് ഉറച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് സമരക്കാർ. സമരത്തിന് പിന്തുണയുമായി വിവിധ നേതാക്കൾ സമരപ്പന്തലിലെത്തുന്നതും നമ്മൾ കണ്ടു. ഉത്സവത്തിനുള്ള ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആനകളുടെ സർവേ നടത്തണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് നിർണായകമാണ്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, ഹൈക്കോടതി ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് വിമർശനത്തോടു കൂടിയാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് യാന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായി തടയാനുള്ള ചില നീക്കം നടക്കുന്നു. ആ തരത്തിലാണ് ഇത് കാണേണ്ടത് എന്ന തരത്തിൽ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രമല്ല, ഈ നായക്കെതിരായ ഒരു കേസ് അതെങ്ങനെയാണ് ഈ ഒരു ആനയിലേക്ക് എത്തിയത് എന്നത് ജസ്റ്റിസ് നാഗരത്ന ചോദിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. എന്തായാലും ഹൈക്കോടതി ഉത്തരവിനെതിരെ വിശ്വഗജ സേവാ സമിതി നൽകിയ ഹർജിയിലാണ് ഈ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള വിമർശനം ഹൈക്കോടതി ഉത്തരവിന്മേൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതി ഉത്തരവ് ഈ ആനകളുടെ കൃത്യമായ സർവേ അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം എന്നത് ഉൾപ്പെടെയായിരുന്നു. ഈ ഉടമസ്ഥത സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ, അതായത് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എന്നതിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ് ഉണ്ടായത്. ആ ഉത്തരവിലാണ് ഇപ്പോൾ ഒരു സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഇതേ ബെഞ്ചിന്റെ മുൻപാകെ ദേവസ്വം ബോർഡിന്റെയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ ഒരു ഹർജിയും വരികയുണ്ടായി. അതൊരു ട്രാൻസ്ഫർ പെറ്റീഷൻ ആയിരുന്നു ഇതേ ബെഞ്ചിന്റെ മുൻപിൽ വന്നത്. അതായത് കേരള ഹൈക്കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന നിലവിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വമേധയെ സ്വീകരിച്ച കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു ആ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. നിലവിൽ ആ സ്വമേധയെ എടുത്ത കേസിൽ ഹൈക്കോടതി ഇടപെടുകയാണ്. അതിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേസ് ഹൈക്കോടതിയിൽ തന്നെ പരിഗണിക്കട്ടെ എന്ന നിലയിൽ സുപ്രീം കോടതി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ CPM നേതാക്കളായ AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ അനുമതി തേടി ED. കേസിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിന് MP K രാധാകൃഷ്ണൻ ഇന്ന് ഹാജരായില്ല. കേന്ദ്ര സർക്കാർ EDയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് മുൻ മന്ത്രി AC മൊയ്തീൻ, CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘം അനുമതി തേടിയത്. ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അനുമതി ലഭിച്ചാലുടൻ ഇരുവരെയും പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കും. കൂടുതൽ പേർ കുറ്റപത്രത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഡൽഹിയിലേക്ക് അയച്ച പട്ടികയിൽ നേരത്തെ ചോദ്യം ചെയ്ത MK കണ്ണന്റെ പേരില്ല. അതേസമയം കേസിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിന് MP K രാധാകൃഷ്ണൻ ഇന്ന് ഹാജരാകില്ല. മാതാവ് മരിച്ചതിന്റെ ചടങ്ങുകൾ ഇന്നും നാളെയും ഉണ്ടെന്ന് അറിയിച്ച K രാധാകൃഷ്ണൻ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഇന്ന് ഡൽഹി ഓഫീസിൽ ഹാജരാകാനായിരുന്നു K രാധാകൃഷ്ണന് ED നേരത്തെ നൽകിയ നിർദ്ദേശം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. കോവൂർ സ്വദേശി ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീണ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയാണ്. ഓടയ്ക്ക് സ്ലേബോ കൈവരിയോ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കനത്ത മഴയെ തുടർന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന കോവൂർ സ്വദേശി ശശി അബദ്ധത്തിൽ തൊട്ടുപുറകിലെ ഓടയിലേക്ക് വീഴുകയായിരുന്നു. കനത്ത മഴയിൽ നിറഞ്ഞ ഓടയിൽ നല്ല ഒഴുക്കുമുണ്ടായിരുന്നു. കാണാതായതു മുതൽ പുലർച്ചെ 1:30 വരെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല.
ഇന്ന് രാവിലെ 7:30യോടെയാണ് കാണാതായ സ്ഥലത്തു നിന്ന് 2 കിലോമീറ്റർ മാറി മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 10 വർഷമായി മേഖലയിൽ സ്ലാബോ കൈവരിയോ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് സ്ഥലം കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പാണ് ഇതിന് സ്ലാബ് നിർമ്മിക്കേണ്ടത്. PWDൻ്റെ റോഡാണിത്. ഇത് 10 വർഷം മുമ്പേ ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതാണ്. ഈ ഡ്രെയിനേജിൽ ഇങ്ങനെ അപകടം വരാൻ സാധ്യതയുണ്ട്. അന്നത്തെ MLAൻ്റെ അടുത്ത് എല്ലാം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. കൂടാതെ PWDയുടെ അടുത്തും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആവശ്യമായ ശ്രദ്ധ അന്ന് കൊടുത്തില്ല. അതാണ് ഇങ്ങനെ ഒരു അപകടം വരാനുണ്ടായ കാരണം. ബജറ്റിൽ സ്ലാബിടൽ ഉൾപ്പെടെയുള്ള റോഡ് വികസനത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും കൗൺസിലർ പറയുന്നു. PWD ആണ് ഓടയ്ക്ക് സ്ലാബിടേണ്ടത്. ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഓടയിൽ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 24 കോഴിക്കോട്.